വെൽക്കം ടു അവർ ചാനൽ മൈൻഡ് ഇൻ മൂവ്മെൻറ്റ്. നമുക്ക് നിഫ്റ്റിയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇന്നലെ ട്രേഡ് അനലൈസ് ചെയ്തതനുസരിച്ച് നല്ല രീതിയിൽ ഇന്ന് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റി. നമുക്ക് അപ്പ് സൈഡിലോട്ടും നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടി, നമുക്ക് ഡൗൺ സൈഡിലോട്ടും നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടി. പിന്നെ കുറച്ച് പേര് ഗ്രൂപ്പിൽ മെസ്സേജ് ഉണ്ടായിരുന്നു, ഒരു 5 ഡിജിറ്റ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റി, നല്ല വീഡിയോക്ക് ടാങ്ക്സ് ഒക്കെ അയച്ചിട്ട് അവർ മെസ്സേജ് അയച്ചിരുന്നു. പിന്നെ ഇൻഡിവിജ്വലായിട്ടും കുറച്ച് പേര് മെസ്സേജ് അയച്ചു. അപ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജൊക്കെ കാണുമ്പോൾ എനിക്ക് നല്ല രീതിയിൽ സന്തോഷമാണ് വരുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അനലൈസ് ചെയ്യുന്ന അനുസരിച്ച് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ പറ്റുന്നുണ്ട്, എൻ്റെ അനാലിസിസ് ഒക്കെ കേൾക്കുന്നുണ്ടെന്ന് കേൾക്കുമ്പോൾ വളരെ ഒരു സന്തോഷം. അപ്പോൾ നിങ്ങൾ ഇനിയും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല നല്ല വീഡിയോസ് ഞാൻ ഇനിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ അനാലിസിസ് ഒരിക്കലും മിസ് ചെയ്യരുത്. അത് നല്ല രീതിയിലാണ്, ഏറ്റവും നല്ല രീതിയിലാണ് ഞാൻ ഇവിടെ ഇന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്. അത് പല പല റീസൺസ് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നിഫ്റ്റിയിലോട്ട് പോകാം. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ അടുത്ത് നിഫ്റ്റീൻ്റെ ഒരു ചാർട്ട് കാണിച്ചിരുന്നു. അതെന്ത് ചാർട്ടാണ്? ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിൽ ഒരു ചാർട്ട് കാണിച്ചിരുന്നു. ഇതൊരു, ഞാൻ പറഞ്ഞില്ലേ, ഒരു ഡാർക്ക് ക്ലൗഡ് കവർ പാറ്റേൺ ആണിത്, ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ആണിത്. ഓക്കെ, ഇതിൻ്റെ താഴെ ഒരു 23,830 താഴെ ഒരു ക്ലോസിങ് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിൽ നല്ലൊരു ഫോൾ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതാണ് ഒരു ഫസ്റ്റ് ബിയറിഷ് ആയിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത്. ഓക്കെ, പിന്നെ സെക്കൻഡായിട്ട് പറയാനുള്ളത്, നിങ്ങൾ ഈ ചാർട്ട് നോക്കിയാൽ തന്നെ അറിയാം. ഇത് കണ്ടോ, എല്ലാവരും ഇതൊരു ഫ്ലാഗ് ആൻഡ് പോൾ പാറ്റേൺ ആയിട്ടാണ് പറഞ്ഞിരുന്നത്. സോറി, ഇതുണ്ടോ, ഒരു ഫ്ലാഗ് ആൻഡ് പോൾ പാറ്റേൺ ആയിട്ട് ഇത് പറഞ്ഞിരുന്നത്. ഞാനും ആദ്യ ടൈമിൽ ഇത് ഫ്ലാഗ് ആൻഡ് പോളായിട്ട് വിചാരിച്ചു. പക്ഷേ എനിക്കിതിപ്പോൾ ഒരു ഫ്ലാഗ് ആൻഡ് പോളായിട്ടല്ല തോന്നുന്നത്. ഇത് ഒരു ബിയറിഷ്നെസ് ഉള്ളൊരു മാർക്കറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് കണ്ടോ, ഇങ്ങനെ ഇത് പൂർത്തിയായിട്ടില്ല, ഇങ്ങനെ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ വരാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ ഒരു ബ്രേക്ക് നടന്നു കഴിഞ്ഞാൽ നല്ല രീതിയിലൊരു ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. ഇതാണ് എൻ്റെ ഒരു സെക്കൻഡ് ബിയറിഷ്നെസ്. പിന്നെ തേർഡ് ബിയറിഷ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. തേർഡ് ബിയറിഷ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇങ്ങനെ ഒരു ഇൻവേർട്ടർ ഫ്ലാഗ് ആൻഡ് പോൾ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ നല്ലൊരു ഡൗൺ മൂവ്മെൻറ്റ് വരാനും ചാൻസ് ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, മാർക്കറ്റ് നിഫ്റ്റി വളരെ വീക്കായിട്ടുള്ള സിറ്റുവേഷനാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു 15 മിനിറ്റ് ടൈം ഫ്രെയിമിലോട്ട് പോകാം. ഞാൻ ഓൾറെഡി നിഫ്റ്റിയൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. സോറി. ഓക്കെ, അപ്പം ഞാൻ വരച്ച് ഓൾറെഡി വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു നേരത്തെ ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു കണ്ട ഇങ്ങനെ ഒരു ഇൻവേർട്ടഡ് ഫ്ലാഗ് ആൻഡ് പോൾ വരാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ താഴെ ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ നല്ലൊരു മൂവ്മെൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ 3 ബിയറിഷ്നെസ് ആണ് എൻ്റെ മനസ്സിലുള്ളത്. എൻ്റെ മനസ്സിലുള്ള ഞാൻ അനലൈസ് ചെയ്യുന്നത് ഈ രീതിയിലാണ്. ഇപ്പോൾ നമുക്കൊരു റേ വരച്ച് നോക്കാം. ഇതുകൊണ്ടാ, നാളെ സപ്പോസ് ഈ ഒരു റേഞ്ചിൻ്റെ താഴെ ഒരു 23,957 ഇല്ലെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ്റെ താഴെ, ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 23,957 താഴെ ഒരു 5 മിനിറ്റ് ക്ലോസിങ് വരുവാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആണ്. ഇതിൻ്റെ താഴെ വരുവാണെങ്കിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടാർഗറ്റ് 23,893 ആയിരിക്കും. ഈ റേഞ്ച് ആയിരിക്കും എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ്. എൻ്റെ സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 23,826. അതായിരിക്കും എൻ്റെ സെക്കൻഡ് ടാർഗറ്റിൽ. മാർക്കറ്റിൽ നല്ല വീക്ക്നെസ് ഉണ്ട്. ഞാൻ അപ്പ് സൈഡിലോട്ട് നാളെ ഇൻട്രസ്റ്റഡ് അല്ല, ഞാൻ ഡൗൺ സൈഡിലോട്ടാണ് ഇൻട്രസ്റ്റഡ്. ബിക്കോസ് ഞാൻ പറഞ്ഞ 3 കാര്യങ്ങൾ കണ്ടല്ലോ. ഒന്ന്, ഡാർക്ക് ക്ലൗഡ് പാറ്റേൺ ആണ് വീക്ക്ലി ടൈം ഫ്രെയിമിൽ വന്നിരിക്കുന്നത്. പിന്നെ ഉള്ളത്, എനിക്കിതൊരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ആയിട്ടാണ് വരാൻ ചാൻസ് ഉള്ളത്. പിന്നെ ഉള്ളത് ഒരു ഇൻവേർട്ടർ ഒരു ഫ്ലാഗ് ആൻഡ് പോൾ പാറ്റേൺ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫ്ലാഗ് ആൻഡ് പോളിൻ്റെ ഒരു മൂവ്മെൻറ്റ് കിട്ടാൻ ചാൻസ് ഒരു 400 പോയിന്റ്സ് ഡൗൺ മൂവ്മെൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് മാർക്കറ്റിൽ നല്ലൊരു ഫോള് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഫോള് ഒരു 23,400 റേഞ്ചിൽ ഈ ഒരു മൂവ്മെൻറ്റ് വരാൻ ചാൻസ് ഉണ്ടെന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിന് ശേഷവും മൂവ്മെൻറ്റ് വരാം, ഡൗൺ മൂവ്മെൻറ്റ് ഇനിയും വരാൻ ചാൻസ് ഉണ്ട്. ഇത് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ആവുകയാണെങ്കിൽ നമുക്ക് 23,000 വരെ മൂവ്മെൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നാളത്തേക്ക് ഈ ഒരു റേഞ്ചേ ഉള്ളൂ. നാളത്തേക്ക് നമ്മൾ ഒന്നും കൂടി കേട്ട് നോക്കാം. നാളത്തേക്ക് സപ്പോസ് നാളെ ഈ ട്രെൻഡ് ലൈനോ അല്ലെങ്കിൽ 23,957 റേഞ്ച്, ഏറ്റവും ബെറ്റർ ഇതാണ്, 23,957 റേഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് ക്യാൻഡിലോ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ കൊണ്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ, അതൊരു റെഡ് ക്യാൻഡിൽ കൊണ്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ 23,893 വരെ ആയിരിക്കും എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ്. സെക്കൻഡ് ടാർഗറ്റ് 23,826. ഇതിൻ്റെ താഴെ ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ 23 ഒരു 670 ആ റേഞ്ചിലോട്ട് 23,670 ആ റേഞ്ചിലോട്ട് ഒരു മൂവ്മെൻറ്റ് വരാൻ ചാൻസ്, 670 ആ റേഞ്ചിലോട്ട് മൂവ്മെൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ വേറൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട്. അതേതാണ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എടുക്കുന്ന മൂവ്മെൻറ്റ്സ് എങ്ങനത്തെയാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് പൊസിഷനിലായിട്ടാണ് ഞാൻ ട്രേഡ്സ് എടുക്കാമെന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെയാണ് മാർക്കറ്റ് വന്നത്. ഇതുകൊണ്ടോ നല്ലൊരു മൂവ്മെൻറ്റ് 1900 കറക്റ്റ് എക്സാക്റ്റ് ടച്ച് ചെയ്തിട്ടാണ് ഇവിടെ നിന്ന് റിവേഴ്സ് അടിച്ചത്. അപ്പോൾ നല്ലൊരു സപ്പോർട്ട് റേഞ്ച്, ഏത് റേഞ്ചാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവും. എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ അടുത്ത് അനലൈസ് ചെയ്യുന്ന ഒരു ഭാരത് എയർടെല്ലാണ്. ഭാരത് എയർടെല്ലിൽ ഞാൻ എപ്പോഴാണ് ഇൻട്രസ്റ്റഡ്, ഞാൻ അപ്സൈഡിലോട്ടാണ് ഭാരത് എയർടെല്ലിൽ ഇൻട്രസ്റ്റഡ് ആവുന്നത്. 1850 റേഞ്ചിൻ്റെ മുകളിൽ, സപ്പോസ് നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലാണ് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഇതൊരു സ്വിംഗ് ട്രേഡായിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1880, എൻ്റെ സെക്കൻഡ് ടാർഗറ്റ് 1900. ഇതായിരിക്കും എൻ്റെ ഒരു സ്വിംഗ് മൂവ്മെൻറ്റ്. നിങ്ങൾക്ക് ഓപ്ഷൻ എടുക്കുന്നവർക്കാണെങ്കിൽ ഓപ്ഷൻ എടുക്കാം, പക്ഷേ അത് ശ്രദ്ധിച്ചിട്ട് എടുക്കുക. അല്ലെങ്കിൽ സ്റ്റോക്കായിട്ട് സ്വിംഗ് എടുക്കുകയാണെങ്കിൽ അതും ബെറ്ററാണ്. ഞാൻ ഇപ്പോൾ സ്റ്റോക്കായിട്ട് സ്വിംഗ് ആണ് എടുക്കുന്നത്, പിന്നെ ഓപ്ഷനും ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു ട്രേഡ്സ് കിട്ടുമ്പോൾ മാത്രമാണ് ഓപ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് നല്ല രീതിയിൽ ട്രേഡ് എടുക്കുക. വീഡിയോ കാണാൻ നോക്കുക, മാക്സിമം കാണാൻ നോക്കുക. നല്ല രീതിയിൽ അത് കണ്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് ട്രേഡ് എടുക്കുക. ഞാൻ വരച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ വരച്ച് നോക്കുക, നിഫ്റ്റിയിൽ മാർക്ക് ചെയ്ത് വെക്കുക. ആ റേഞ്ച് എന്നൊക്കെ പറയുന്നത് നല്ലൊരു സപ്പോർട്ട് റേഞ്ചാണ്. അപ്പോൾ നിങ്ങൾ നോക്കി നല്ല രീതിയിൽ മനസ്സിലാക്കുക. ഓക്കെ, ബൈ.